അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഈദ് റബീന്റെ പ്രൗഢമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. കഥയുടെ പേര് 7 നൂറ്റാണ്ടുകൾ പിന്നിട്ട നിലാവ്. ഹിജ്റയുടെ 700 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. പേര് തുബ്ബഹ്. ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സൈന്യവും യസ്രിബിലെത്തി. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. മദീന കീഴടക്കാനായിരുന്നു അദ്ദേഹം തന്റെ പരിവാരങ്ങളുമായി എത്തിയത്. മദീനയിൽ കടന്ന അദ്ദേഹത്തിന് പെട്ടെന്നൊരു രോഗം പിടിപെട്ടു. വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുർഗന്ധം പുറപ്പെടുന്ന പ്രത്യേകതരം അസുഖം. കൂടെയുണ്ടായിരുന്നവരെല്ലാം അകലം പാലിച്ചു. എത്ര വലിയ ചികിത്സ നടത്തിയിട്ടും ഒരു ഫലവും കാണുന്നില്ല. അവസാനം ഒരു ജൂത പണ്ഡിതൻ രാജാവിനെ കാണാനെത്തി. അദ്ദേഹം പറഞ്ഞു, ഓ രാജാവേ, ഈ യസ്രിബ് എന്ന നാട് അവസാനത്തെ നബി ഹിജ്റ ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പട്ടണം പിടിച്ചെടുക്കാൻ നോക്കേണ്ട. നിങ്ങൾ ഈ നാട് പിടിച്ചെടുക്കാൻ നോക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം പിടിപെട്ടത്. ഇത് കേട്ട രാജാവ് തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ അസുഖവും ഭേദമായി. അങ്ങനെ അവിടെ മടക്ക യാത്രക്ക് ഒരുങ്ങി. മദീനയിൽ നിന്ന് പുറപ്പെടുവാൻ ഒരുങ്ങിയപ്പോൾ കൂട്ടത്തിലുണ്ടായ പ്രമുഖരിൽ ചിലർ പറഞ്ഞു, രാജാവേ രാജാവേ, ഞങ്ങൾ ഇനി അങ്ങോട്ട് മടങ്ങുന്നില്ല. അവസാനത്തെ നബി ഹിജ്റ ചെയ്യുന്ന സ്ഥലമാണല്ലോ ഇത്. ഞങ്ങൾ ഇനി ഇവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട രാജാവിന് മുത്തുനബിയോട് അതിയായ സ്നേഹവും ആദരവും തോന്നി. അദ്ദേഹം പിന്നീട് മദീനയിലെ പ്രമുഖരായ ഔസ് ഖസ്റജ് ഗോത്രക്കാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ സ്ഥിരതാമസക്കാരാകണം. അവസാനത്തെ നബി വന്നാൽ അദ്ദേഹത്തിന് ശക്തി പകരണം. വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇക്കാര്യം വസിയത്ത് ചെയ്യണം. അദ്ദേഹം മുത്തുനബിക്കായി ഒരു കത്ത് എഴുതി. കത്ത് ഇപ്രകാരമായിരുന്നു: ഞാൻ അങ്ങയും അങ്ങ് കൊണ്ടുവരുന്ന ഗ്രന്ഥത്തെയും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. അന്ത്യനാളിൽ എന്നെ മറക്കരുതേ. കത്ത് സീൽ ചെയ്തു. ഔസ് ഖസ്റജ് ഗോത്രക്കാരിലെ പ്രമുഖർക്ക് കത്ത് കൈമാറി. തുടർന്ന് മുത്തുനബി മദീനയിലെത്തിയാൽ താമസിക്കാനായി ഒരു വീടും തുബ്ബഹ് രാജാവ് പണിത് കൊടുത്തു. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗവാസത്തിന് ശേഷം മദീനയിലേക്ക് എത്തിച്ചേരുന്നെന്ന വാർത്ത അറിഞ്ഞതു മുതൽ ആ സുദിനം കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. എല്ലാ പ്രഭാതത്തിലും അവർ പട്ടണത്തിന് പുറത്ത് കാത്തു നിൽക്കും. വെയിൽ ചൂടാകുമ്പോൾ മഴത്തണൽ പറ്റും. അത് തീർന്നാൽ അവർ താമസ സ്ഥലത്തേക്ക് തന്നെ മടങ്ങും. അന്നും അവർ മദീന കവാടത്തിൽ കാത്തിരുന്നു. വെയിൽ ചൂടായി, മഴത്തണൽ തീർന്നു. അവർ താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും എത്തിച്ചേരുന്നു. മുത്തുനബിയെ ആദ്യമായി കണ്ടത് ഒരു ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അറബികളെ അറബികളെ, നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ആളിതാ വന്നെത്തിക്കഴിഞ്ഞു. ഓടിക്കിതച്ച് അൻസാറുകളും അടുക്കളയിൽ നിന്ന് ഉമ്മമാരും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ജോലിയിലായിരിക്കുന്ന ഉപ്പാവും എല്ലാവരും ഓടി. തൊലാൽ ബദ്റുവിന്റെ അകമ്പടിയോടെ അവർ മുത്തുനബിയെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ സ്വീകരിച്ച ആ മദീനയിലെ ഒരു നിമിഷം വെറും ചരിത്രം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെ ശക്തിയും സ്നേഹത്തിന്റെ പ്രകാശവും കൃത്യതയുടെ വിലയുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.